പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. 1990 സെപ്റ്റംബറിലെ ഒരു പ്രഭാതത്തിൽ പുതിയ ബൈക്കുമായി വീട്ടിലെത്തുമ്പോഴാണ് അതറിഞ്ഞത്. വീട്ടിലകത്തോട്ട് കയറിയിട്ട് ഞാൻ അതിൻ്റെ ബ്രോഷറൊക്കെ എടുത്ത് കണ്ട് ഹീറോ ഹോണ്ട എന്ന് കയറി വരുമ്പോൾ അച്ഛനിങ്ങനെ വരാന്തയിൽ ഒരു പേപ്പറും പിടിച്ച് ഇങ്ങനെ അസ്വസ്ഥനായിട്ട് നിൽക്കണം. അച്ഛൻ്റെ എക്സ്പ്രഷനാണ്, നിനക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ഉണ്ട്. ഇതാണ് എക്സ്പ്രഷൻ, ഒരു അച്ഛൻ്റെയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഏത്? ആകാശവാണിയിൽ. നിനക്ക് മാംഗ്ലൂരാണ് പോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ, നീ ഒരു ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജീവിച്ചോ, പാട്ട് മറന്നേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കരുതി ഇത് ഉപേക്ഷിക്കുന്നത് മണ്ടത്തരമാവുന്ന. ആകാശവാണിയിലൂടെ പുറത്തു കേട്ട ശബ്ദത്തെ തേടി അവസരങ്ങളെത്തി. രോഹിണി നക്ഷത്രമേ നീ ആ കഥകളോർത്തു. സംഗീത സംവിധാന മേഖലയിലും വരവറിയിച്ചു. പറഞ്ഞതാണു കുറ്റം, നീ അറിഞ്ഞതാണു കുറ്റം. സിനിമയിൽ ഗാനം ആലപിക്കുമ്പോൾ ഗായകൻ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുന്നത് ആകാശവാണിയിലെ ഭൂതകാല വഴികളെ. ആകാശവാണിയിൽ ഒരുപാട് അവസരങ്ങൾ എനിക്ക് പാടുവാനും ഈ പാട്ടുകൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ ഉള്ള നമ്മളറിയാതെ പാഠങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. കിന്നരിക്കാൻ ഓമനിക്കാൻ മുത്തണിപ്പൂന്തൊട്ടിലാട്ടി. സെല്ലുലോയിഡ്, ഇന്ത്യൻ പ്രണയകഥ എന്നീ സിനിമകളിലെ ഗാനങ്ങൾ ജനപ്രിയമായി. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, നടൻ, ആർക്കറിയാം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ തുടങ്ങിയ സിനിമകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു. എന്നാലും ഈ പാടിയ വരികൾ പോലെ തന്നെയാണ് ജീവിതവും. പുതിയ സ്വപ്നങ്ങൾ ഇങ്ങനെ കൂടെ അണയുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ആ സ്വപ്നങ്ങളിലേക്ക് നയിച്ചത് ആകാശവാണിയിലെ ആ കാലഘട്ടമാണ്, ആ ശബ്ദമാണ് എന്ന് തന്നെയാണ് സാർ വിശ്വസിക്കുന്നത്. എന്തായാലും റേഡിയോ ദിനാശംസകൾ സാർ. സന്തോഷം. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.